മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള ബാലപ്രസിദ്ധീകരണമാണ് ബാലരമ. മലയാള മനോരമ ദിനപത്രത്തിന്റെ സഹോദര സ്ഥാപനമായ എം പബ്ലിക്കേഷൻസ് ആണ് ഈ വാരികയുടെ പ്രസാധകർ. ചിത്രകഥകൾ, ചെറുകഥകൾ, കുട്ടിക്കവിതകൾ തുടങ്ങിയവയാണ് ഇതിലെ ഉള്ളടക്കം. ഇന്ത്യയിലെ പ്രസിദ്ധീകരണങ്ങളുടെ ജനകീയത നിരീക്ഷിക്കുന്ന NRSന്റെ കണക്കുകൾ പ്രകാരം ബാലമക്ക് 25 ലക്ഷത്തിലേറെ വായനക്കാരുണ്ട്. മായാവി നല്ലൊരു കുട്ടിച്ചാത്തനാണ്. മായാവി നാടിനെയും കാടിനെയും ദുർമന്ത്രവാദികളിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും സംരക്ഷിക്കുന്നതായാണ് കഥയിൽ പറയുന്നത്. മായാവിയുടെ കൂട്ടുകാരായ രാജുവും രാധയും, ദുർമന്ത്രവാദികളായ കുട്ടൂസനും ഡാകിനിയും അവരുടെ സഹായിയായ ലുട്ടാപ്പിയും, ലുട്ടാപ്പയുടെ അമ്മാവനായ കുട്ടാലുവും, കുപ്രസിദ്ധ കുറ്റവാളികളായ വിക്രമനും മുത്തുവും, കണ്ടുപിടിത്തങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്ന ശാസ്ത്രജ്ഞരായ ലൊട്ടുലൊടുക്കും ബുൽബുലുമാലുമൊക്കെയാണ് മായാവിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആദ്യകാലത്ത് ഇതിന്റെ കഥ തയ്യാറാക്കിയത് മോഹൻ, ചിത്രീകരണം നടത്തിയത് മോഹൻദാസ്. ശിക്കാരി ശംഭു. ഭീരുവായ ഒരു വേട്ടക്കാരനാണ് ശിക്കാരി ശംഭു. ഇയാൾ കാണിക്കുന്ന അങ്കലാപ്പും അതുവഴി അബദ്ധത്തിൽ നടക്കുന്ന പുലിപിടുത്തവുമാണ് ഇതിലെ കഥാതന്തു. കൂടാതെ നല്ല തമാശക്കാരനുമാണ്. കാലിയ എന്ന കാക്കയുടെ കഥയാണിത്. ചമതകൻ എന്ന കുറുക്കനും ഡൂഡു എന്ന മുതലയുമാണ് ഇതിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. ജമ്പനും തുമ്പനും. ജമ്പൻ എന്നു പേരുള്ള കുറ്റാന്വേഷകനും അയാളുടെ സഹായിയായ തുമ്പൻ എന്ന നായയുടെയും കഥയാണിതിൽ പറയുന്നത്. ജമ്പൻ തന്റെ ചാട്ടത്തിലും തുമ്പൻ കുറ്റകൃത്യങ്ങൾക്ക് തുമ്പ് കണ്ടുപിടിക്കുന്നതിലും സമർത്ഥരാണെന്ന് കഥയിൽ കാണാം. കാർട്ടൂണിസ്റ്റ് വേണുവാണ് ഇതിന്റെ കഥയും ചിത്രീകരണവും നിർവഹിക്കുന്നത്. സൂത്രൻ. പേര് സൂചിപ്പിക്കുന്നതുപോലെ സൂത്രക്കാരനായ കുറുക്കനും കൂട്ടുകാരായ ഷേരു എന്ന കടുവയും കരടിച്ചേട്ടനുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. സൂത്രനും ഷേരുവും ചേർന്ന് ഒപ്പിച്ചെടുക്കുന്ന സൂത്രപ്പണികളും ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ കഥകളിലെ പ്രധാന വിഷയം. മൃഗാധിപത്യം വന്നാൽ മനുഷ്യരുടെ സ്ഥാനം മൃഗങ്ങൾക്കു കിട്ടിയാൽ എന്തായിരിക്കും എന്ന ഭാവനയിലുള്ള രംഗങ്ങളാണ് ഇതിലെ പ്രതിപാദ്യം. ഒരു ആശയത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ചെറിയ ഒരു കഥയാണ്. ഇതിൽ മിക്കവാറും 1-2 രംഗങ്ങളെ ഉണ്ടാവാറുള്ളൂ. മാതൃഭൂമി ദിനപത്രത്തിന്റെ സഹോദര സ്ഥാപനമായ മാതൃഭൂമി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ മലയാളത്തിലുള്ള ഒരു ബാലപ്രസിദ്ധീകരണമാണ് ബാലഭൂമി. 1996-ലാണ് ഇതിന്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത്. കുട്ടികളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രകഥകൾ, ചെറുകഥകൾ, കുട്ടിക്കവിതകൾ തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള ഒരു ലഘുപുസ്തകമാണ് ഇത്. ബാലഭൂമിയിലെ പ്രധാന കഥകൾ മാജിക മാലു മീശ മാർജാരൻ മാൻ മല്ലനുണ്ണിയും വില്ലനുണ്ണിയും വിക്രു ആൻഡ് ദുർബലൻ എലിയനും പുലിയനും ടീം ഡസ്റ്റ് കുഞ്ചൂസ് ജിറാഫുഞ്ചി കോമഡിക്കാട്. മംഗളം പ്രസിദ്ധീകരിക്കുന്ന കുട്ടികൾക്കുള്ള ദ്വൈവാരികയായിരുന്നു ബാലമംഗളം. 1981-ൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു. ചിത്രകഥകൾ, ചെറുകഥകൾ, കുട്ടിക്കവിതകൾ തുടങ്ങിയവയാണ് ഇതിലെ ഉള്ളടക്കം. ഇത് കന്നഡയിലും പ്രസിദ്ധീകരിച്ചിരുന്നു. 2012 ഒക്ടോബറിൽ ഇതിന്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. ചിത്രകഥകൾ. ഡിങ്കൻ. പ്രധാന ലേഖനം. ഡിങ്കൻ. അദ്ഭുത ശക്തികളുള്ള ഡിങ്കൻ എന്ന ഒരു എലിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. കൊടും വനത്തിൽ ആരെങ്കിലും അപകടത്തിൽപ്പെട്ട് ഡിങ്ക എന്ന് നീട്ടി വിളിച്ചാൽ ഡിങ്കൻ രക്ഷകനായെത്തും. സാധാരണ എലിയായിരുന്ന ഡിങ്കന് അന്യഗ്രഹ ജീവികൾ നടത്തിയ പരീക്ഷണഫലമായാണ് അത്ഭുതശക്തി ലഭിച്ചത്. ശക്തിമരുന്ന്. നാടൻ വൈദ്യമുപയോഗിച്ച് ശക്തിമരുന്ന് നിർമ്മിക്കുന്ന ഒരു കുടവറൻ വൈദ്യനും നമ്പോളൻ എന്ന മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ, കൊച്ചുവീരൻ, കുഞ്ഞിക്കിളി എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. സുശീലം, കുശീലം എന്നീ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഈ ചിത്രകഥയിലെ ഇതിവൃത്തം. പ്രശസ്ത ഫ്രഞ്ച് കോമിക് ബുക്കായ ആസ്റ്റെറിക്സുമായി ശക്തിമരുന്നിന് നല്ല സാമ്യമുണ്ട്. കാട്ടിലെ കിട്ടൻ. കാട്ടിൽ ജീവിക്കുന്ന അദ്ഭുത ശക്തിയുള്ള കുട്ടിയാണ് കാട്ടിലെ കിട്ടൻ. കേരകൻ. ഡിങ്കന്റെ പ്രധാന ശത്രുവായിരുന്നു കേരകൻ. ഇന്ന് നമുക്കെല്ലാം സുപരിചിതമായ ദിനോസറിന്റെ വംശത്തിൽപ്പെട്ടവനാണിവൻ. മലയാളികൾക്കിടയിൽ പ്രചാരം നേടിയ ഹാസ്യചിത്രകഥയാണ് ബോബനും മോളിയും. ബോബൻ, മോളി എന്നിങ്ങനെ പേരുള്ള 2 വികൃതി കുട്ടികളെയും അവർക്കു ചുറ്റുമുള്ള ലോകത്തെയും ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന ചിത്രകഥയാണിത്. കാർട്ടൂണിസ്റ്റ് ടോംസ് ആണ് ബോബനും മോളിയും വരക്കുന്നത്. മലയാള മനോരമ വാരികയുടെ അവസാന താളിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ഈ ഹാസ്യചിത്രകഥ ഇടക്കാലത്ത് കലാകൗമുദി വാരികയിലും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ ടോംസ് കോമിക്സ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ബോബനും മോളിയും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. കിഴുക്കാംതോക്ക് പഞ്ചായത്തിലാണ് ബോബനും മോളിയും ചിത്രീകരിക്കപ്പെടുന്നത്. ബോബന്റെയും മോളിയുടെയും കുസൃതികൾ എന്നതിലുപരി കേരളത്തിലെ മധ്യവർഗ ജീവിതത്തിന്റെ തമാശകൾ,
ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങൾ എന്നിവയാണ് ഈ ഹാസ്യചിത്രകഥയിലൂടെ ടോംസ് വരച്ചുകാട്ടുന്നത്. കുട്ടനാട്ടിലെ തന്റെ വീടിനു സമീപമുണ്ടായിരുന്ന 2 കുട്ടികളാണ് ബോബന്റെയും മോളിയുടെയും മാതൃകകളെന്ന് ടോംസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1. തന്റെ കുട്ടികൾക്കും പിന്നീട് ടോംസ് ഇതേ പേര് തന്നെയാണ് നൽകിയത്. ബോബനും മോളിയും പ്രസിദ്ധീകരിക്കപ്പെട്ടു തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലേറെയായെങ്കിലും കഥാപാത്രങ്ങൾക്ക് ഒരിക്കലും പ്രായമേറുന്നില്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന ബാലശാസ്ത്ര ദ്വൈവാരികയാണ് യുറീക്ക. 1970 തുടങ്ങി പ്രൊ. എസ്. ശിവദാസ്, സി. ജി. ശാന്തകുമാർ, പ്രൊ. കെ. ശ്രീധരൻ തുടങ്ങിയ പ്രശസ്ത ശാസ്ത്ര സാഹിത്യകാരന്മാർ പത്രാധിപന്മാരായിരുന്നിട്ടുണ്ട്. ഏകദേശം 30,000 കോപ്പികളാണ് കേരളത്തിന്റെ പല ജില്ലകളിലായി ചെലവാകുന്നത്. അവലംബം ആവശ്യമാണ്. പ്രൈമറി ക്ലാസുകളിലെ കുട്ടികൾക്കായുള്ള മലയാളത്തിലെ ശാസ്ത്ര മാസികയാണിത്. അവലംബം ആവശ്യമാണ്. കെ. പാപ്പൂട്ടിയാണ് ഇപ്പോൾ ഈ ദ്വൈവാരികയുടെ എഡിറ്റർ. യുറീക്ക മുഖചിത്രം കുട്ടികൾ സ്വന്തമായുണ്ടാക്കിയ 7 ലക്കങ്ങൾ യുറീക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശാസ്ത്ര കഥകൾ, ശാസ്ത്ര സംബന്ധമായ കവിതകൾ എന്നിവയ്ക്ക് പ്രധാനമായും ഊന്നൽ നൽകുന്ന യുറീക്ക കുട്ടികളിൽ നിന്നുള്ള രചനകളെയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിലെ കുട്ടികൾക്കിടയിൽ ശാസ്ത്രബോധം വളർത്തുന്നതിൽ യുറീക്ക നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രൊ. എസ്. ശിവദാസ് എഴുതിയിരുന്ന റോബി ദി റോബോട്ട്, ഇടിയൻ മുട്ടൻ തുടങ്ങിയ ചിത്രകഥകൾ കുട്ടികൾക്ക് പ്രിയപ്പെട്ടവയായിരുന്നു. വായനക്കാർ വികസിപ്പിച്ചെടുത്ത മാത്തൻ മണ്ണീര കേസ് എന്ന പംക്തി കേരളത്തിനു പുറത്തും പ്രശംസ നേടി. പല പുതിയ ശാസ്ത്ര വിവരങ്ങളെയും കേരളത്തിലെ കുട്ടികൾക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നതിൽ യുറീക്ക മുഖ്യമായ ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. വായിച്ചു വളരാനും അറിവ് നേടാനും കേരളത്തിലെ യുറീക്ക വായനക്കാരായ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിൽ യുറീക്ക വലിയ ഒരളവ് വരെ വിജയിച്ചിട്ടുണ്ട്. യുറീക്ക വിജ്ഞാന പരീക്ഷ, വിജ്ഞാനോത്സവം എന്നീ മത്സരപരീക്ഷകൾ ഏറെ പ്രശസ്തമാണ്. കുട്ടികൾക്കായുള്ള മലയാളത്തിലെ ഒരു ആനുകാലിക പ്രസിദ്ധീകരണമാണ് കളിക്കുടുക്ക. മലയാള മനോരമ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന കളിക്കുടുക്ക കോട്ടയത്തു നിന്നും പുറത്തിറങ്ങുന്നു. കുട്ടികൾക്കായുള്ള ഒരു മലയാള മാസികയാണ് മലർവാടി. 1980 നവംബറിൽ കൊച്ചി ആസ്ഥാനമായാണ് മലർവാടി പ്രസിദ്ധീകരണം തുടങ്ങിയത്. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മൂവ്മെന്റ് ഓഫ് ഇസ്ലാം ട്രസ്റ്റിന്റെ കീഴിലായിരുന്നു ഇത്. 1986 മുതൽ മാസികയുടെ ഉടമസ്ഥാവകാശം മലർവാടി പബ്ലിക്കേഷൻസ് ട്രസ്റ്റ് ഏറ്റെടുക്കുകയും ആസ്ഥാനം തൃശൂരിലേക്ക് മാറ്റുകയും ചെയ്തു. 2002 ജൂലൈ മുതൽ കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരിച്ചുവരുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ വെള്ളിമാടുകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സർവീസ് ട്രസ്റ്റിനാണ് ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം. ഇ. വി. അബ്ദു, പി. ഡി. അബ്ദുറസാഖ്, നൂറുദ്ദീന് ചേന്നര തുടങ്ങിയവർ പത്രാധിപരായിട്ടുണ്ട്. നിലവിലെ ചീഫ് എഡിറ്റർ ടി. കെ. ഉബൈദ്, എക്സിക്യൂട്ടീവ് എഡിറ്റർ പി. എ. നാസിമുദ്ദീന്. നല്ലതു മാത്രം കുട്ടികൾക്ക് എന്ന മുദ്രാവാക്യവുമായി പുറത്തിറങ്ങിയ മലർവാടി മലയാളത്തിലെ ഒന്നാംകിട സാഹിത്യകാരന്മാരുടെ പിന്തുണയോടെയാണ് തുടങ്ങിയത്. ആദ്യല തങ്ങളുടെ ചിത്രീകരണ ചുമതല കാർട്ടൂണിസ്റ്റ് ബി. എം. ഗഫൂറിനായിരുന്നു. കാർട്ടൂണിസ്റ്റ് യേശുദാസ്, സിരി, വേണു, ശിവൻ, പോൾ കല്ലാനോട്, ഹാഫിസ് മുഹമ്മദ്, സഗീർ തുടങ്ങിയവരെല്ലാം മലർവാടിയിലൂടെ കുട്ടികളോട് സംവദിച്ചവരാണ്. കവി കുഞ്ഞുണ്ണി മാഷ് ഗഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്ന പംക്തി മലർവാടിയിൽ ചെയ്തിരുന്നു. ദയ എന്ന പെൺകുട്ടി എന്ന പേരിൽ മലർവാടിയിൽ പ്രസിദ്ധീകരിച്ച എം. ടി. വാസുദേവൻ നായരുടെ നോവലാണ് പിന്നീട് ദയ എന്ന പേരിൽ ചലച്ചിത്രമായത്. ഇടക്കാലത്ത് മലർവാടിയുടെ പ്രസിദ്ധീകരണം മുടങ്ങിപ്പോയിരുന്നു. മലയാള ബാലസാഹിത്യശാഖക്ക് മികച്ച സംഭാവനകളും വ്യാപകമായ ഉത്തേജനവും നൽകിയ കുട്ടികൾക്കായുള്ള ഒരു ആനുകാലിക പ്രസിദ്ധീകരണമായിരുന്നു പൂമ്പാറ്റ. ഇത് ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാസിക ആയിരുന്നു. 1964-ൽ 1 പ്രസിദ്ധീകരണമാരംഭിച്ച ഇതിന്റെ സ്ഥാപകൻ സാഹിത്യകാരനും വിവർത്തകനും ആയ പി. എ. വാര്യർ, പി. അച്യുത വാര്യർ ആയിരുന്നു. പിന്നീട് സിതാര പബ്ലിക്കേഷൻസ്, പൈ ആൻഡ് കമ്പനി, പാസോങ്, മനോരാജ്യം പബ്ലിക്കേഷൻസ്, സൂര്യപ്രഭ പബ്ലിക്കേഷൻസ് എന്നിവയായിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചത്. 2-3 ഇന്ത്യ ബുക്ക് ഹൗസ്, അമർ ചിത്രകഥ നിർമ്മിച്ച കോമിക്സ് സിൻഡിക്കേറ്റ് ചെയ്ത് മലയാളത്തിൽ അമർ ചിത്രകഥ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള കുട്ടികളുടെ പ്രസാധകനായിരുന്നു പൈഗോയുടെ കീഴിലുള്ള പൂമ്പാറ്റ. 4. 1980-കളുടെ മധ്യത്തിൽ ബാലരമ മാസികയുടെ ഉദയത്തിനു മുമ്പ് മലയാള കോമിക് മാസികകളിൽ ഏറ്റവും പ്രചാരമുള്ളതും പുതിയ പ്രവണതകൾ കൊണ്ടുവരുന്ന പ്രസിദ്ധീകരണവുമായിരുന്നു അത്. 5. എൻ. എം. മോഹൻ 1978 മുതൽ 82 വരെ, ആർ.
ഗോപാലകൃഷ്ണൻ 1982 മുതൽ 1986 വരെ തുടങ്ങിയ പ്രമുഖ മലയാള ബാലസാഹിത്യകാരന്മാർ 1980-കളിൽ പ്രസാദകൻ എസ്. വി. പയ്യയുടെ കീഴിൽ മാസികയുടെ എഡിറ്റർമാരായി സേവനമനുഷ്ഠിച്ചു. 6-7 ഇതിന്റെ പ്രസിദ്ധീകരണം കൊച്ചിയിലെ പൈ ആൻഡ് കമ്പനി ഏറ്റെടുത്തപ്പോഴാണ് ഇതിന് ഏറ്റവും വ്യാപകമായ പ്രചാരമുണ്ടായത്. ആ സമയത്ത് ഇതിന്റെ പത്രാധിപത്യം വഹിച്ചത് എൻ. എം. മോഹനൻ. ചുമതലാകാലം 1978 മുതൽ 82 വരെ. ആർ. ഗോപാലകൃഷ്ണൻ. ചുമതലകാലം 1982 മുതൽ 1986 വരെ. ഇവരാണ്. 8 അക്കാലത്ത് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രചാരമുള്ള ബാലപ്രസിദ്ധീകരണമെന്ന നിലയിലേക്ക് ഉയർന്നിരുന്നു. കപീഷ്, കിഷ്കു, പൂമ്പാറ്റ രാജകുമാരി, പങ്കതന്ത്രം എന്നീ ചിത്രകഥകൾ പൂമ്പാറ്റയിൽ പ്രസിദ്ധീകരിച്ചു വന്നു. ദേശാഭിമാനി ദിനപത്രം പുറത്തിറക്കുന്ന മലയാളത്തിലെ കുട്ടികളുടെ ഒരു ദ്വൈവാരികയാണ് തത്തമ്മ. 1999 മുതൽ കണ്ണൂരിൽ നിന്നുമാണ് ഈ ദ്വൈവാരിക പ്രസിദ്ധീകരിക്കുന്നത്. ദിനേശൻ പുത്തലത്താണ് മുഖ്യ പത്രാധിപർ. ONV കുറുപ്പ് മുഖ്യപത്രാധിപരായിരുന്നിട്ടുണ്ട്. കഥകൾ, കവിതകൾ, നാടൻപാട്ടുകൾ, ശാസ്ത്രലേഖനങ്ങൾ, ചിത്രകഥകൾ, ഫീച്ചറുകൾ തുടങ്ങിയവയാണ് ഉള്ളടക്കം. കുട്ടികൾക്കായി മത്സരങ്ങളും ശില്പശാലകളും നടത്തുന്നു. ദേശാഭിമാനി പത്രത്തിന്റെ അനുബന്ധ പ്രസിദ്ധീകരണമാണ്.